ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നന്ദു ഇങ്ങനെ ഇരിക്കുമ്പോൾ നന്ദുവിൻ്റെ ഫോണിലേക്ക് അനി വിളിക്കുക കേട്ടോ. അപ്പോൾ എന്താ അനിയെന്ന് ചോദിക്കുമ്പം അതെ ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടത്തിയും വല്യമ്മയൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താടാന്ന് ചോദിച്ചു നന്ദുവെ. അപ്പോൾ ആദർശേട്ടൻ വിളിക്കാത്തതിൻ്റെ വിഷമത്തിലായിരുന്നല്ലോ ഇവിടെയുള്ള എല്ലാവരും. ഏട്ടന് അവിടെ ഒരു കുഴപ്പമുണ്ടായിടി എന്ന് പറയുമ്പോൾ എന്താന്ന് പറയടാന്ന് പറഞ്ഞു. ഏട്ടൻ അവിടെ ജയിലിലാണെന്ന് പറയുമ്പം നന്ദു നടുങ്ങി. നീ എന്താ ഈ പറയണേന്ന് ചോദിച്ചു. അതേടി ജയിലിലോ? കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് എന്താണെന്ന് അറിയില്ല. ഇവിടെ അച്ഛനും വലിയച്ഛനും ഒക്കെ വല്ലാത്തൊരു വിഷമത്തിലാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണെന്ന് പറയുമ്പം അനി ചേച്ചി അറിഞ്ഞാൽ ചേച്ചിക്ക് ഇത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് നന്ദു പറഞ്ഞു. പേട്ടത്തേക്ക് മാത്രമല്ല, ആദർശേട്ടൻ പുറത്ത് വന്നില്ലെങ്കിൽ ഈ വീടാകെ സ്തംഭിച്ചു പോകുമെന്നുള്ള കാര്യം അനി ഇങ്ങനെ പറയുക. പിന്നെ ശരി ഞാൻ വിളിക്കാട്ടോ എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴേക്കും കനക ഓടിപ്പാഞ്ഞ് കയറി വന്നു. അപ്പോൾ ഗോവിന്ദേട്ടാ എന്നും പറഞ്ഞു വിളിച്ച്. കണ്ടോ ഇവള് കാണിക്കുന്നത് കണ്ടോ? അനിയെ ഇവളെ വിളിച്ചത്. ഇന്നലെ രാത്രിയിലും കള്ളനെ പോലെ ഇതിനകത്ത് കയറിയതും അനി തന്നെ ആയിരിക്കും എന്നൊക്കെ നന്ദുവിനോ കേൾക്കെ ഇങ്ങനെ അച്ഛനോട് പറയുമ്പോൾ എന്താ മോളെ ഇതെന്ന് ചോദിച്ചാൽ അച്ഛൻ അനി എന്തിനാ വിളിച്ചതെന്ന് നിങ്ങൾ ചോദിച്ചില്ലല്ലോ എന്ന് നന്ദു അന്നേരം പറഞ്ഞു. അപ്പോൾ എന്തിനാ ചോദിക്കുന്നേ? അവൻ നിന്നെ വിളിക്കുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയില്ലേ എന്നും പറഞ്ഞ് കനക അതിനും കുറ്റം പറഞ്ഞു. അന്നേരം അമ്മയും അച്ഛനും വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയതാണെന്ന് നന്ദു അപ്പോൾ പറയുക. പക്ഷേ നിങ്ങൾ ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് നിങ്ങളും അത് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആദർശേട്ടൻ്റെ കാര്യം പറയാൻ അവൻ വിളിച്ചത്. ചേച്ചി ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പം നീ കാര്യം പറയുന്നെന്തോ എന്നെ ഇത്. അത് പിന്നെ ആദർശേട്ടൻ്റെ വിവരമൊന്നും ഇത്രയും നാളായിട്ട് ഇല്ലായിരുന്നല്ലോ. ആദർശേട്ടൻ അവിടെ ദുബായിൽ ജയിലിലാണെന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദേട്ടനും കനകയും നടുങ്ങി. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. രണ്ടുപേരും ഞെട്ടിപ്പോയി. അപ്പോൾ അത് പറയാനായിട്ടാ അനി എന്നെ വിളിച്ചതെന്നും പറഞ്ഞു. അവിടെ മൊത്തം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണെന്നല്ലേ മോളെ പറഞ്ഞത്. അങ്ങനെ ഒരിടത്തേക്ക് എന്തിനാ ആദർശ് കയറി ചാടിക്കൊടുത്തതെന്നൊക്കെ ഗോവിന്ദേട്ടൻ ചോദിക്കുമ്പം ഇതൊന്നും പ്രതീക്ഷിച്ചല്ലോ ആദർശേട്ടൻ പോയതച്ചാ. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എങ്ങനെയാണെന്ന് ആർക്കറിയാം എന്ന് പറയുമ്പോൾ മോളെ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പം അമ്മ ആദ്യം കയറി അങ്ങോട്ടൊന്നും ചാടി കയറി വിളിച്ചേക്കരുത് കേട്ടോ എന്ന് നന്ദു അമ്മയോട് പറഞ്ഞു. മൂർത്തി സാറിന് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. അദ്ദേഹം വിചാരിച്ചാൽ പെട്ടെന്ന് ആദർശിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റത്തില്ലേ മോളെ എന്ന് ചോദിക്കുമ്പം അതേപ്പറ്റിയൊന്നും അതിനൊന്നും പറഞ്ഞില്ല അച്ഛാ. അവർ അതിന് വേണ്ടുന്ന എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടാവുമല്ലോ എന്നും നന്ദു അങ്ങനെ ഇവരോട് പറയുകയും ചെയ്തു. ഗൾഫിലൊക്കെ ജയിലിലായി കഴിഞ്ഞാൽ പിന്നെ ആര് വിചാരിച്ചാലും പുറത്തിറങ്ങാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറയുമ്പം അതിന് ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്യില്ലല്ലോ അമ്മയെന്ന് നന്ദു പറഞ്ഞു. അതാ എനിക്ക് വിഷമം മോളെ. തെറ്റ് ചെയ്യാത്ത ഒരാൾ ജയിലിൽ കിടക്കുന്നതിനേക്കാളും അപ്പുറം സങ്കടം വല്ലതും ഉണ്ടോ മോളെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ നന്ദുവിന് ഇവരെ സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല. അഭി ജയിലിലായപ്പോൾ നമുക്ക് ആർക്കും ഒരു വേദനയും ഉണ്ടായിട്ടില്ല. നവ്യ വന്ന് കരഞ്ഞ് കാല് പിടിച്ചിട്ടും നീ അവനെ രക്ഷപ്പെടുത്തില്ല എന്ന് പറഞ്ഞത് അവൻ്റെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാണെന്ന കാര്യവും കനക പറയണേ. അതുപോലെയാണോ ആദർശമോൻ്റെ കാര്യമെന്നൊക്കെ ചോദിച്ച് കനക ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പം നവ്യയുടെ പ്രാക്കാണോ എന്ന് എൻ്റെ സംശയം എന്ന് പറയുമ്പം അങ്ങനെ നവ്യേച്ചി പ്രാഗിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുണ്ടോ അച്ഛാന്ന് നന്ദു അന്നേരം ചോദിച്ചു. നവ്യേച്ചി സത്യങ്ങൾ അറിയാതെയല്ലേ ഓരോരുത്തരെ ഇങ്ങനെ ശപിച്ചുകൊണ്ട് നടക്കുന്നതെന്നും ചോദിച്ചു. അപ്പോൾ ഇതാരോ മനഃപൂർവ്വം ആദർശേട്ടനെ കുരുക്കാനായിട്ട് ഗൾഫിലേക്ക് ക്ഷണിച്ചു വരുത്തിയതുപോലെ ഉണ്ടെന്നുള്ള കാര്യം നന്ദു ഇങ്ങനെ കട്ടായും പറഞ്ഞു. അപ്പോൾ എത്രയെന്ന് വെച്ചാൽ നയനമോളോട് നമ്മളിത് പറയാതിരിക്കുന്നത് നന്ദുമോളെ. ആദർശമോൻ്റെ ഒരു വിവരവും കിട്ടാതിരുന്ന എല്ലാവരും മോള് ചോദ്യം ചെയ്യില്ലേ. അപ്പോൾ എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചാടി കയറി അവിടെ നിന്ന് കനക പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കാനായിട്ട് അങ്ങ് പോയി. അപ്പോൾ അച്ഛനാണെങ്കിൽ നന്ദുവിൻ്റെ അരികിലിരുന്ന് ഇങ്ങനെ സങ്കടങ്ങൾ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. പിന്നെ കാണിക്കുന്ന ജലജ കേട്ടോ. ജലജ ഇങ്ങനെ അവൾ കലി കയറി ഇരിക്കുമ്പോഴേക്കും മൊബൈലൊക്കെ നോക്കി ആടി വരുന്നുണ്ട് നമ്മുടെ അഭിമാൻ. അപ്പം അമ്മയുടെ ഇരിപ്പ് കണ്ടപ്പോഴത്തേക്കും മോൻ ഇങ്ങനെ അമ്മേനെ ഒരു നോട്ടം. അമ്മയാണെങ്കിൽ ഇവനെ കടിച്ചു കയറാൻ പാകത്തിനാണ് നോക്കുന്നത്. കാരണം പണിയെടുത്ത് അമ്മയുടെ നടു ഒടിഞ്ഞി. അമ്മാതിരി പണിയാണ് അനന്തപുരിയിൽ ഇപ്പോൾ ജലജയ്ക്ക്. അപ്പം മോനിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അമ്മ വന്ന് ഇവനെ തുറച്ചു നോക്കി ഇങ്ങനെ നിൽക്കുക. അല്ല, ഞാൻ നിൻ്റെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജീവിതത്തിൽ ഒരു നല്ല കാര്യമെങ്കിലും ചെയ്തിട്ടുണ്ടോടാ നീ എന്ന് ജലജ ചോദിക്കുമ്പം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയമ്മേ, അതിന് മാറ്റാനൊന്നും പറ്റത്തില്ലല്ലോ. അത് മാത്രമല്ലടാ ഞാൻ പറഞ്ഞത്. നവ്യയെ ശരിക്കും ഇഷ്ടപ്പെട്ടത് ആരായിരുന്നടാ? ആദർശായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നീ എന്തിനാണോ ചെന്ന് കയറി കൊടുത്തതെന്നൊക്കെ ജലജ ചോദിക്കാം. അതുകൊണ്ടല്ലേ അവൾ നിന്റെ തലയിലായതെന്ന് ചോദിക്കുമ്പം പറഞ്ഞ് നിൽക്കും അഭി. അല്ലെങ്കിൽ അന്നേ നിനക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു ബന്ധം കിട്ടില്ലായിരുന്നു എന്നും ചോദിച്ചു. ഓർമ്മയില്ലേടാ നിന്റെ നിശ്ചയം വരെ കഴിഞ്ഞ കാര്യം? നടന്നതൊക്കെ നീ മറന്നുപോയോ? ആ പെൺകുട്ടി കാശുള്ള വീട്ടിലെ പെൺകുട്ടി ആയിരുന്നു. അവളിപ്പോൾ ഒരു ഡോക്ടറെ കല്യാണം കഴിച്ച് അമേരിക്കയിലാടാന്ന് പറയുമ്പം നടക്കാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മയെന്ന് അഭി.
ഓ, നീയാണ് ചന്തമോളുടെ അച്ഛനാണെന്ന് അറിഞ്ഞ ശേഷമേ ഹൃദയം നിന്നുപോയ അവസ്ഥയിലാണാ ഞാനിപ്പോൾ ഇതിലെ നടക്കുന്നത്. പിന്നെ അതിനിടയിൽ ഏക ആശ്വാസം ഒരുത്തൻ ജയിലിലായത് മാത്രമാണെന്ന് ജലജ ഈ അബിയോട് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. ദേവയാനി അങ്ങോട്ടേക്ക് വരുമ്പോൾ അമ്മയും മോനും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നത് കാണുവാണ്. അപ്പോഴേക്ക് ഇവറ്റുകൾ രണ്ടും കൂടെ സംസാരം അങ്ങ് നിർത്തി. ഇതിനെ രണ്ടിനെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിക്ക് ചൊറിഞ്ഞു വന്നു. എന്താ അമ്മയും മോനും കൂടെ ഇവിടെ നിന്ന് അടുത്ത പ്ലാൻ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പം അത് പിന്നെ ഞാനിവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ജലജ. ഇവനെ കുറ്റപ്പെടുത്തിയാൽ ഇവന് ചെയ്ത തെറ്റെന്താ ഇല്ലാണ്ടാവുമെന്ന് ദേവയാനി അന്നേരം ജലജയോട് ചോദിച്ചു. തളർന്നു കിടക്കുന്ന ഒരു പെങ്കൊച്ചിനെ ഇവൻ പലതവണ കൊല്ലാൻ നോക്കിയില്ലേ എന്ന് ദേവയാനി ഈ അബിയോട് ജലജോടും ചോദിക്കും. അപ്പോൾ അബി ഇങ്ങനെ നോക്കുമ്പോൾ നോക്കണ്ടടാ, നീ ഒന്നും ചെയ്തിട്ടില്ലെന്നല്ലേടാ നീ പറയാൻ വരുന്നതെന്നും ദേവയാനി ചോദിച്ചു. അങ്ങനെ പറയുമ്പം ഊഹിച്ചെടുക്കണം നീ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഏട്ടത്തി ഒന്ന് ശബ്ദം താഴ്ത്തി സംസാരിക്കാം, നവ്യ ഇതെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളാരും പിടിച്ചെടുത്ത് അവൾ നിൽക്കത്തില്ല എന്ന് ജലജ പറയുമ്പം അവൾ സത്യങ്ങൾ അറിഞ്ഞാലേ ഞങ്ങൾക്ക് ഒരു നഷ്ടവും വരാനില്ലടി. നിനക്കും നിന്റെ മകനുമാണ് ഇവിടുന്ന് പോകേണ്ടി വരുന്നതെന്നും ദേവയാനി പറയുമ്പോൾ എൻ്റെ കല്യാണത്തിന് മുൻപാണ് അമ്മായി ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത്. കല്യാണശേഷം എനിക്ക് അങ്ങനെ ഒരു അബദ്ധവും പറ്റിയിട്ടുമില്ല എന്നതേ അഭി പറയുമ്പം ആർക്കറിയാടാ പറ്റിയിട്ടുണ്ടോ ഇല്ലയെന്ന്. നീ ഇപ്പോഴും സൗന്ദര്യമുള്ള കാശുള്ള ഒരു പെൺകുട്ടിയെ കണ്ട അവളുടെ പിന്നാലെ പോകുമെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. പിന്നെ സമ്പത്തിനോട് ആർത്തിയുള്ളത് കൊണ്ടാണല്ലോ കള്ളക്കടത്ത് സ്വർണം മൂർത്തീസ് ജ്വല്ലറിയുടെ ലേബലിൽ നീ വിറ്റത് തന്നെ. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ജലജ. അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏട്ടത്തി, ആദർശിൻ്റെ എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല. അപ്പോൾ അബി അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുക. ജലജ നേരം പതുക്കെ ഇങ്ങനെ അബിയെ നോക്കിയൊരു ഒതുക്കിയൊരു ചിരിയും. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും മുഖത്തെ പുഞ്ചിരി നമ്മുടെ ദേവയാനി ശ്രദ്ധിച്ചു. ഇവൻ്റെ നിപ്പും മട്ടും മാതിരിയൊക്കെ കണ്ടപ്പം അത് കേട്ടപ്പോൾ നിനക്ക് നല്ല സന്തോഷമായല്ലേടാ എന്ന് ദേവയാനി ഇവനോട് ചോദിച്ചേ. അപ്പോഴേക്കും ഇവൻ അയ്യോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. എന്നാലേ നീ എനിക്കൊപ്പം വാ എന്നും പറഞ്ഞ് ജലജയെ വിളിക്കുക ദേവയാനി. അപ്പോൾ എന്തിനാ ഏട്ടത്തിയും അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, നീ എൻ്റെ കൂടെ വാ. നീ വെറും പുറമ്പോക്കാണെന്നല്ലേ നീ ഏത് നേരവും പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. ഇനി നീ പുറമ്പോക്ക് മാത്രമല്ല ഈ വീട്ടിലെ ജോലിക്കാരി കൂടിയാണെന്നും ദേവയാനി അങ്ങ് പറയുമ്പോണ്ടല്ലോ ഓന്നും പറഞ്ഞ് പല്ലും കടിച്ചിങ്ങനെ നിൽക്കുക ജലജ. അബിക്കൊരു കൂസലും ഇല്ല കേട്ടോ. അങ്ങനെ ഇവിടെ ഉള്ളവർ ഇനി നിന്നെ കാണുകയുള്ളൂ, മനസ്സിലായോ എന്ന് ചോദിച്ചു. കാരണമേ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നിനക്കും നിന്റെ മകനും ചെയ്തു തന്നിട്ടും നീ ഒന്നും മാന്യമായി ജീവിക്കാനേ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോഴും അബി ഇങ്ങനെ സൈഡിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക. അങ്ങനെയുള്ളപ്പോൾ അച്ഛനും അമ്മയും കാണിച്ച സിമ്പതിയും സ്നേഹവും ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്നുള്ളൊരു നിലയിൽ ഞാനേ നിങ്ങളോട് കാണിക്കാനേ പാടില്ല. അതുകൊണ്ട് ഞാനത് കാണിക്കുന്നുമില്ല. നിന്നെയൊക്കെ നിലയ്ക്ക് നിർത്തിയേ പറ്റുള്ളൂ. അത് ഞാൻ ചെയ്തിരിക്കും. നിങ്ങൾ വന്നേ ഇങ്ങോട്ട്, വരാനാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ജലജയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ ദേവയാനി. അപ്പോൾ അമ്മയെ കൂട്ടിക്കൊണ്ട് ദേവയാനി ഇങ്ങ് പോകുന്നത് കണ്ടപ്പോഴത്തേക്കും പല്ലും കടിച്ച് പിരുകോൻ ചുളുക്കി പിടിച്ചിങ്ങനെ അബി ഇങ്ങനെ അവിടെ നിൽക്കുക, ഈ കഴുകൻ നോക്കി നിൽക്കുന്നത് പോലെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ദേവയാനിയും ജലജയും കൂടെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നീ നിൻ്റെ മകനും കൂടെ മിനിറ്റിന് എൻ്റെ മരുമോൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആദർശിൻ്റെ ഒരു വിവരവും ഇല്ലാത്തത് അവളെ സംബന്ധിച്ചിടത്തോളം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല അത്. അപ്പോൾ നീ നവ്യയുടെ കാര്യമാണ് പറയുന്നത്, നവ്യ കാണിച്ചു കൂട്ടുന്നതിനെ പറ്റിയും പറഞ്ഞിട്ട്. അപ്പോൾ അതും നിനക്കും നിൻ്റെ മോനും ഒരു പ്രശ്നമല്ല എന്ന് എനിക്കറിയാം. പക്ഷേ നിരപരാധിയായ എൻ്റെ മോനെ നിൻ്റെ മരുമോള് കുറ്റക്കാരിക്കാരനെ കാണുമ്പോൾ ആ സങ്കടം തീർക്കാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേടി എന്ന് ദേവയാനി ജലജയോട് ചോദിച്ചു. അപ്പോൾ ജലജ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. നല്ല ചൂടാ, രാവിലെ നല്ല തണുത്ത കാറ്റുണ്ടെങ്കിലും അതിന് 1000 മടങ്ങ് വെയിലാണ് 10 മണിക്ക് ശേഷം. പിന്നെ ഈ ചെടികളെല്ലാം ഒന്നും നനയ്ക്കണം കേട്ടോ. അതിന്ന് മാത്രമല്ല എന്നും ഇനി അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ നീ ചെന്നേ സമയം കളയല്ല എന്നും പറഞ്ഞുകൊണ്ട് ജലജയെ പറഞ്ഞു വിടുക. ദേവയാനി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ജലജ ഓസും വെള്ളവും എടുത്ത് ആ വെള്ളം ഒഴിച്ചെല്ലാം നനയ്ക്കുമ്പോഴത്തേക്ക് ഇത് കണ്ടുകൊണ്ട് ജാനകി ഇറങ്ങി വന്നു. ആഹാ, ഇത് എന്താ ഞാൻ ഈ കാണണേ, ജലജയ്ക്ക് എന്തൊരു അനുസരണയാ എന്നും പറഞ്ഞുകൊണ്ടാട്ടോ ജാനകി വരുന്നത്. അയ്യോ, ഏട്ടത്തിക്കും നയനയ്ക്കും ഒക്കെ ഇപ്പോൾ വയ്യാത്തതല്ലേ, അപ്പം പിന്നെ ആരെങ്കിലും വേണ്ട ഇതൊക്കെ ഒന്ന് ചെയ്യാൻ എന്ന് ജലജ ചോദിക്കുമ്പോൾ ജാനകി ഇങ്ങനെ നോക്കുക. ഇവൾക്ക് എന്നോടാ ഈ വീട്ടിൽ ദേഷ്യം ഏറ്റവും കൂടുതലുള്ളതെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. എനിക്ക് പിന്നാലെയാണല്ലോ ജാനകി ഇവിടെ മരുമകളായിട്ട് വന്നത്. പിന്നെ അന്ന് തൊട്ട് നീ കാണുന്നതല്ലേ ഇവളുടെ മോൻ്റെയും സ്വഭാവദൂഷ്യം കൊണ്ടല്ലേ ഞാൻ പലപ്പോഴും ഇവളെ ശാസിച്ചിട്ടുള്ളതെന്ന് ദേവയാനി ജാനകിയോട് ചോദിക്കണം. ജാനകി ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ആരെങ്കിലും ഇവളെ എന്തെങ്കിലും പറഞ്ഞോ ഉടനെ പറയും ഇവള് ദത്തുപുത്രി ആയതുകൊണ്ടാണ് നമ്മൾ ഇവളെ അങ്ങനെയൊക്കെ പറയുന്നത്, വക വയ്ക്കാത്തത്, മൈൻഡ് ചെയ്യാത്തതെന്നൊക്കെ. ആ ഒരു സമയത്തൊക്കെ നമ്മൾ ആരെങ്കിലും ഇവളെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് ദേവയാനി ജാനകിയോട് ചോദിച്ചു.
എന്നാലേ ഇപ്പൊ ഇവള് ജയേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മകളല്ലാത്തതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും ഒപ്പിക്കുന്നുണ്ട്, എല്ലാ കുഴപ്പങ്ങളും ഇവൾക്കൊണ്ട് താനും. അപ്പം അത് ശരിയാണെന്ന് ജാനകിയും പറഞ്ഞു. അപ്പോൾ ജലജ ജാനകി ഇങ്ങനെ നോക്കുക, നല്ലൊരു ജീവിതം നിനക്ക് കിട്ടിയതായിരുന്നില്ലേ ജലജെ, അപ്പം നീ മക്കളെയെങ്കിലും നന്നായിട്ട് വളർത്തണ്ടായിരുന്നോ എന്നും ജാനകി ജലജയോട് ചോദിച്ചു. അനി MD ആയി കയറിയപ്പോൾ അബിയുടെ ജോലി തീർപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാൽ മതിയോ എന്നൊക്കെ ജാനകിയും ചോദിക്കുക. അബി നല്ലവനായിരുന്നെങ്കിൽ അവനും കമ്പനിയുടെ ഒരു പാർട്ട് കൊടുക്കുമായിരുന്നില്ലേ എന്നും ചോദിച്ചു. എന്ന് പറഞ്ഞ ജലജ നിൽക്കുന്നത്. എങ്കിലും 3 പാർട്ടായിട്ട് ആദർശ് എല്ലാം തിരിച്ചേനെ, ഒരു പാർട്ട് തീർച്ചയായും അബിക്ക് കൊടുക്കുകയും ചെയ്തേനെ. ഇനിയിപ്പോൾ അതേപ്പറ്റിയൊന്നും പറഞ്ഞിട്ടേ കാര്യമില്ലല്ലോ, നീ ചെടി നനയ്ക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജയെ കൊണ്ട് ചെടി നനപ്പിക്കുക. ഈ പണിയും ഇവള് ചെയ്യാൻ തുടങ്ങിയെന്ന് ജാനകി ചോദിക്കുമ്പം ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിലേ ഈ വെള്ളം കൊണ്ട് ഞാൻ ഇവളുടെ തല നനയ്ക്കുമെന്നും ദേവയാനി ജാനകിയോട് പറയും. ഇതൊക്കെ ജലജയ്ക്ക് വൈരാഗ്യ ബുദ്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇവളുടെ തല കുറച്ച് തണക്കാനുണ്ടെന്നും ദേവയാനി പറയുന്നതൊക്കെ കേൾക്കുമ്പോഴേക്കും ജാനകിക്ക് ചിരി വരുന്നുണ്ട്. ജലജ പല്ലെറിഞ്ഞി പിടിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ദേവയാനി അകത്തേക്ക് കയറിപ്പോയി. എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിലുണ്ടല്ലോ ജലജെ, അല്ലെങ്കിൽ ഒരിക്കലും നീ ഏട്ടത്തെ ഇതുപോലെയൊന്നും അനുസരിക്കില്ല, അതെനിക്ക് അറിയാമെന്ന് ജാനകി പറയാം. അതും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോയി. എടി, നിന്റെ മോൻ ജയിലിൽ കിടക്കുന്നത് കണ്ട് നീ കരഞ്ഞ് തീരുവടി, നീ നോക്കിക്കോ, നിന്റെ ഇപ്പോഴത്തേതൊന്നും നീ കണക്കാക്കണ്ടെന്നും പറഞ്ഞ് ജലജ അവിടെ നിന്ന് നനയ്ക്കല. ഇത് കഴിഞ്ഞ് പിന്നെ നയനയെ കാണിക്കുന്നത്. നയന അവിടെ റൂമിലിരുന്ന് ഭയങ്കര കരച്ചിലാട്ടോ. അപ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. ദേവയാനി എന്തോ സൂപ്പോ ചായയോ ഏതാണ്ടൊക്കെ ആയിട്ട് വരുക, കഴിക്കാനോ എന്തൊക്കെയായിട്ട്. മോളെ അവൻ വിളിക്കും, മോള് സമാധാനമായിട്ടിരിക്കുക, പട്ടിണി കിടക്കല്ലേന്നും പറയാം, എന്തെങ്കിലും കഴിക്കും മോളെന്നും പറഞ്ഞ് ഇങ്ങനെ ദേവയാനി നയനയ്ക്ക് കൊണ്ടേ കൊടുക്കുമ്പോൾ ചെടി നനയ്ക്കലും കഴിഞ്ഞ് വന്നിട്ട് ഒളിച്ചു നിന്ന് കേൾക്കുക ജലജ ഇവരുടെ സംഭാഷണം. അന്നേരം പിന്നെ വിളിക്കും നീ കാത്തിരുന്നോടി, ഇപ്പം വിളിക്കും എന്നും പറഞ്ഞുകൊണ്ട് ജലജ മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്തെങ്കിലും കഴിക്കും മോളെന്ന് ദേവയാനി. അപ്പോഴത്തേക്കും ജലജ അകത്തേക്ക് കയറി വന്നു. അപ്പം അമ്മ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു നയന. അയ്യോ ഏട്ടത്തി ഒന്നും കഴിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ജലജ പറയുമ്പം മിണ്ടാതിരടി, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ മോളോട് കഴിക്കണമെന്ന് പറയാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പം അതല്ലേ ഞാൻ മോളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനി അതിൻ്റെ കൂടെ നീയും കൂടെ കയറി പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ജലജ അന്നേരം അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. പോയ ജലജ വാതുപ്പടി പോയി നിന്നിട്ട് ഇങ്ങനെ ഇവരെ നോക്കും. അപ്പോൾ എന്തെങ്കിലും കഴിക്കും മോളെ എന്ന് പറഞ്ഞ ദേവേനെ അടുത്തിരുത്തി നയനയെ കഴിപ്പിക്കാം. നിന്റെ മോൻ ജയിലിലായ വാർത്ത അറിഞ്ഞിട്ടും നീ പൊട്ടിക്കരയുന്നത് കാണാൻ വേണ്ടി ഞാൻ കാതോർത്തിരിക്കുവാടി എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഈ സമയത്ത് നയനയെ കഴിപ്പിച്ചുകൊണ്ട് ദേവയാനി തൊട്ടരികിലിരിക്കുന്നു. പോയ ജലജയ്ക്ക് അത് കാണാതെ അങ്ങോട്ട് ഇരിക്കപ്പുറത്തില്ല, അപ്പുറം മാറി വന്ന് നിന്ന് ഇങ്ങനെ കാണുക. അപ്പോൾ ജയിലിലായെന്ന് അറിയുന്നതിന് മുന്നേ ഇത്രയും സങ്കടമാണെങ്കിൽ അവൻ ജയിലിലാണെന്ന് അറിഞ്ഞാൽ ഇവിടെ സങ്കട കടലായിരിക്കുമല്ലോ എന്ന് ജലജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ നയനയെ ഇത് അറിയിക്കാനുള്ള ഒരു പുറപ്പാടിലാണ് ജലജ. അങ്ങനെ ഇത് കഴിഞ്ഞ് പിന്നെ അജയനെയും ജയനെയും കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ മുത്തശ്ശൻ അങ്ങനെ അവിടെ ഇരിക്കുന്നിടത്തേക്ക് വരും കേട്ടോ. അപ്പോൾ അച്ഛാ ഗൾഫിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ അച്ഛാ എന്നും ചോദിച്ചു. അപ്പോൾ ഇല്ല, എന്നെ ആരും ഇതുവരെ വിളിച്ചില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടും ആരും എടുത്തതും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരെങ്കിലും വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ലച്ചാ വിളിച്ചില്ല എന്ന് പറഞ്ഞു. അവനെന്തോ ചെറിയൊരു ആപത്തുണ്ടായോ എന്നൊരു സംശയം എന്ന് പറയുമ്പം അങ്ങനെ സംശയം ഉള്ളിൽ വെച്ചിട്ട് ആരും ഒന്നും പറയരുത് എന്ന് മുത്തശ്ശൻ പറയാം. അപ്പം നയനമോളും ഏട്ടത്തിയും അവൻ്റെ വിളി വന്നില്ലല്ലോ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടായിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണ്ടേ, അവരെങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയാതിരിക്കാമെന്ന് പറയുമ്പം ഞാൻ സൂചിപ്പിച്ചല്ലോ AM ജ്വല്ലറി, അവരൊരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഗൾഫിലെ പ്രകടനം അതിവിടെയും ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ ജ്വല്ലറിയുടെ മോഡലായിട്ടാണ് നവ്യ പോയിരിക്കുന്നതെന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു. ഇനി അവൾ അങ്ങനെ പോകാതിരിക്കാൻ ഒരേ മാർഗമേ ഉള്ളൂ, അബി ചെയ്തതെല്ലാം ഇനി തുറന്നടിച്ചെങ്ങ് പറയുക, അതുമാത്രമേ ഉള്ളൂ. അപ്പോൾ സഹി കേട്ടപ്പോഴാണല്ലോ ദേവയാനി ജലജയോടെല്ലാം പറഞ്ഞത്. അപ്പം നമ്മൾ ആവേശം കയറി നവ്യയോടെല്ലാം പറയുകയാണെങ്കിൽ അത്തരം സംഭവങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു പെൺകുട്ടിയാണ് നവ്യ എന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു. അപ്പോൾ ചന്തുമോൾ ആദർശിൻ്റെ കുട്ടിയാണെന്ന് നയനെ അറിഞ്ഞപ്പോൾ അവൾ അതിനെ പക്വതയോടുകൂടിയാണ് നേരിട്ടതെന്നുള്ള കാര്യവും നവ്യ അറിഞ്ഞാലത് അങ്ങനെ ആയിരിക്കില്ല എന്നും പറയാം മുത്തശ്ശൻ. ആ വാർത്ത കേട്ടപ്പോൾ തന്നെ നയനമോൾ പറഞ്ഞു ഒരിക്കലും അത് സത്യമായിരിക്കില്ല എന്നുള്ളത്. പിന്നെ യാഥാർത്ഥ്യം അറിയാൻ വേണ്ടിയിട്ട് നയനമോൾ തന്നെയാണ് ആ കാര്യം അറിയാൻ ഇറങ്ങിയത്. ഇവിടെ ജലജയും അഭിയയും ഒക്കെ നവ്യമോൾക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് എന്നിട്ട് അവൾ അവരെ സംശയിക്കാതെയല്ലേ കൂടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പം അതിന് കാര്യമുണ്ടച്ചാ. ഗോവിന്ദൻ്റെ മക്കളിൽ കുറച്ചൊക്കെ സ്വാർത്ഥതയും അത്യാഗ്രഹവും ഉള്ളത് നവ്യക്കാണെന്ന കാര്യം ജയൻ അന്നേരം അച്ഛനോട് പറഞ്ഞു. പിന്നെ അതുകൊണ്ടാണല്ലോ അവൾ അഭിയുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജയൻ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. ആദർശിന് വേണ്ടി ആലോചിച്ച പെണ്ണായിരുന്നില്ലേ നവ്യ എന്ന് ചോദിക്കുമ്പോൾ
എന്നിട്ട് അബിയാണ് മൂർത്തി ജ്വല്ലറിയുടെ തലപ്പത്ത് എന്ന് തെറ്റിദ്ധരിച്ചല്ലേ അവൾ അവനുമായി അടുത്തതും അവനെ വിവാഹം കഴിച്ചതും എന്ന് പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള അവളോട് സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ അവൾ പിന്നെ എന്തും ചെയ്യാനേ മടിക്കുന്ന ഒരാളായിരിക്കില്ല. അപ്പോൾ അത് നമ്മൾ നോക്കണം. അഭിയെ ജയിലിലാക്കിയ നയനയോടും നന്ദുവിനോടൊക്കെ തീർത്താൽ തീരാത്ത പകയാണ് നവ്യയ്ക്കുള്ളത്. എന്നാൽ നന്ദുവും നയനയൊക്കെ അങ്ങനെ പക ഉള്ളിൽ സൂക്ഷിക്കുന്ന പിള്ളേരും അല്ല. അതുകൊണ്ട് തന്നെ നവ്യയ്ക്ക് എന്തെങ്കിലും ഒരു ദുരിതം ഉണ്ടായാൽ അതവർക്ക് സഹിക്കാൻ പറ്റുന്നതും ആയിരിക്കില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ജലജയും അഭിയെയും ആദർശനെ കുറ്റപ്പെടുത്തി സംസാരിക്കില്ലല്ലോ. പിന്നെ നവ്യ പറയുന്നത് നമുക്ക് കേട്ടില്ല എന്ന് വെക്കാം എന്നേ പറ്റുള്ളൂ. ഇന്നും ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ മക്കളോട് ഇരുന്ന് പറയുന്നു. ഇന്നൊരു ദിവസം കൂടി ആദർശിൻ്റെ കാര്യം നമുക്ക് നോക്കാച്ചാം. എന്നിട്ടും വിവരമൊന്നും ഇല്ലെങ്കിൽ നമുക്കവിടെ നടക്കുന്നത് എന്താണെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയാം. അഭിയെയും ജലജയെയും വീട്ടിനകത്ത് പട്ടിയെ വലിച്ചഴയ്ക്കുന്നത് പോലെ വലിച്ചഴച്ചുകൊണ്ട് നടക്കുക നമ്മുടെ ദേവയാനി. ജലജയ്ക്കാണെങ്കിൽ മിണ്ടാനും പറ്റുന്നില്ല. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയും ദേവയാനിയും അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ആദർശേട്ടൻ ഇതുവരെ വിളിച്ചില്ലല്ലോ. നമ്മളതിന് പല കാരണങ്ങളും കണ്ടെത്തിയല്ലോ. പക്ഷേ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞില്ലേ അമ്മ എന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുക. ജലജിതൊക്കെ കിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് മൊബൈൽ നോക്കിയിരിക്കുന്നതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നയന സങ്കടപ്പെടുമ്പം നിനക്കിതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ടല്ലേ എന്ന് ദേവയാനി ജലജോട് ചോദിക്കുമ്പം അയ്യോ അതങ്ങനെ ഞാൻ സന്തോഷിക്കുന്നത്, ഇതൊന്നും സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ഏട്ടത്തി. അപ്പം നിനക്ക് അങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നീ കരുതി ഇരുന്നോളാൻ ദേവയാനി ജലജയോട് പറയുക. അപ്പോൾ ജലജ ഇങ്ങനെ ഞാൻ പറഞ്ഞിരിക്കണം. എൻ്റെ ആദർശിൻ്റെ തകർച്ച കണ്ടിട്ട്, എൻ്റെ നയനമ്മളുടെ കണ്ണുനീര് കണ്ടിട്ട് നീയും നിൻ്റെ മകനും ചിരിച്ച് രസിച്ച് നടന്നാൽ പിന്നെ നീ പുറത്തായില്ലെങ്കിലും നിൻ്റെ മോൻ ഇവിടെ നിന്ന് പുറത്തായിരിക്കും. അതിനൊരു സംശയവും വേണ്ട എന്ന് ദേവയാനി പറയാം. അതിനു വേണ്ടുന്ന എല്ലാ കാരണങ്ങളും അവൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നും ദേവയാനി ജലജയെ വിളിച്ചുകൊണ്ട് പറയും. അപ്പോഴും ഒരു പുച്ഛഭാവത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക അവിടെ ജലജ. അപ്പോഴാണ് നവ്യയും അഭിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അവർ രണ്ടുപേരും കൂടെ വന്നപ്പോൾ അഭിയുടെ ചങ്കിടിക്കുക. ദൈവമേ ഇനി അടുത്തത് ഇവർ വല്ലതും പറഞ്ഞൊപ്പിച്ച് വെച്ചിട്ടുണ്ടോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ഓർത്ത്. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.